വാട്സപ്പും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഒരുപാട് ആളുകൾ ഒരുപാട് മെസ്സേജുകളാണ് ദിവസം എനിക്ക് അയക്കുന്നത്. ബ്രോ എനിക്ക് ഇന്നൊരു വാഹനം വേണം, അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ? ബ്രോ എനിക്ക് ഇങ്ങനൊരു വാഹനം ആവശ്യമുണ്ട്, നോക്കാൻ പറ്റുമോ? ഞാൻ ഇന്ന സ്ഥലത്താണ്, ഞാൻ കേരളത്തിൻ്റെ ആ ഭാഗത്താണ്, ഈ ഭാഗത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം അത്രയും ആളുകൾ നമ്മളുടെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ, അതിൽ തന്നെ വലിയ സന്തോഷമുണ്ട്. പക്ഷേ അവർക്കൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല. കാരണം ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പുറത്ത് പോകുന്നുണ്ട്. റിപ്ലൈയും കാര്യങ്ങളും തരാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും വരാൻ പറ്റുന്ന ഒരു ഷോറൂം. അതായത് ലോ ബഡ്ജറ്റ് വാഹനം വേണമെങ്കിൽ അത്, കുറച്ച് വലിയ വാഹനം വേണമെങ്കിൽ അത്. ഇപ്പോൾ ഓണവും കാര്യങ്ങളൊക്കെയാണ്, ഒരുപാട് ആളുകൾക്ക് നല്ല ക്വാളിറ്റി വാഹനങ്ങൾ ആവശ്യമുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഷോറൂമിലാണ് വന്നിട്ടുള്ളത്. ലോ ബഡ്ജറ്റ് മുതൽ അത്യാവശ്യം നല്ല മീഡിയം ബഡ്ജറ്റ് വാഹനങ്ങൾ വാറൻറ്റിയോട് കൂടിയിട്ട് വാങ്ങാൻ പറ്റുന്ന ഷോറൂമാണ്. ഇവിടുന്ന് സർട്ടിഫൈഡ് വാഹനങ്ങൾ എടുക്കുമ്പോൾ 6 മാസം മുതൽ 1 വർഷം വരെ ഫ്രീ വാറൻറ്റി തരുന്നുണ്ട്. അതിനൊക്കെ പുറമെ സർട്ടിഫൈഡ് വാഹനങ്ങൾക്ക് മാരുതിയുടെ വാഹനങ്ങളാണെങ്കിൽ 3 ഫ്രീ സർവീസ് നൽകുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് നിൽക്കുന്ന ഈ ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലെ മാമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നമ്മുടെ പാലാരിവട്ടം എന്നതിന് മുന്നേ തൊട്ടടുത്താണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വരാൻ പറ്റുന്നവരാണെങ്കിൽ ഷോറൂമിലേക്ക് വരിക. ഒരുപാട് വാഹനങ്ങളെ സ്റ്റോക്ക് ഓണം പ്രമാണിച്ചിട്ട് ഇവർ ഇറക്കിയിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരയുന്ന വാഹനങ്ങൾ, നിങ്ങൾ മെസ്സേജ് അയക്കുന്ന വാഹനങ്ങൾ, നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും കാണാൻ പറ്റിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. പിന്നെ അതേപോലെ തന്നെ ഓണം പ്രമാണിച്ചിട്ട് വാഹനങ്ങൾ എടുക്കുമ്പോൾ 5000 മുതൽ 10,000 രൂപ വരെയുള്ള ഒരു അക്സറീസിൻ്റെ ഓഫറും ഇവർ തരുന്നുണ്ട്. ഓണം പ്രമാണിച്ച് കൊടുക്കുന്ന ഒരു ഓഫറാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതുകൂടി ചോദിച്ച് മേടിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും നല്ല നല്ല വാഹനങ്ങളൊക്കെ അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മടി വിചാരിക്കാതെ അവരിലേക്ക് വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. ഇത് മാരുതിയുടെ എർട്ടിഗ അല്ലേ? ഏതാ വേരിയന്റ് ഏതാ? ZX ആണ്. മോഡലോ? 2019. ഓണർഷിപ്പ് എത്ര തന്നെ? സിംഗിൾ ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ ഓടി? 17,000 ഓടിയിട്ടുള്ളൂ. 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ ആണ്. പെട്രോൾ മാനുവൽ അല്ലേ? ഒരു 7 സീറ്റർ വാഹനം ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് എന്തായാലും അനുയോജ്യമായിട്ടുള്ളൊരു വാഹനമാണ്. ഇതിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ടോപ്പ് എൻജിന്റെ തൊട്ട് താഴത്തിലാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 9,400. 9,25,000 രൂപ അല്ലേ? ഇതിന് വാറന്റി കൊടുക്കുന്നുണ്ടോ? നമുക്ക് 6 മാസം വാറന്റി ഉണ്ടാവും. പിന്നെ 3 സർവീസ് ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. ഓൾ ഇന്ത്യ അല്ലേ? ഓൾ ഇന്ത്യ. ഇത് മാരുതിയുടെ ബലേനോ അല്ലേ? ഏതാ മോഡൽ? ഇത് 2018 ബലേനോ അൽഫ CVT ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് എത്ര തന്നെ? സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ. എത്ര കിലോമീറ്റർ ഓടി? 76,000 കിലോമീറ്റർ. 76,000 കിലോമീറ്റർ ഓടി. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അല്ലേ? ഹിസ്റ്ററി അവൈലബിൾ. ഇത് എന്താ ഫീച്ചേഴ്സ് ആയിട്ട്? ഇത് ടോപ്പ് വേരിയന്റ് ആണ്. ഇതിൽ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി ഒക്കെ വരുന്ന ആ ടൈപ്പ് ആണല്ലേ? അലോവീൽ അടക്കം വരുന്നുണ്ട്. പ്രൊജക്ടർ ഹെഡ് ലൈറ്റ് കാര്യങ്ങളെല്ലാം, പ്രൊജക്ടർ DRL എല്ലാം വരുന്നതാണ്. ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? ക്ലിയർ. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 6,45. 6,40,000 ചോദിക്കുന്ന പ്രൈസ്. ലോൺ ചെയ്യാൻ പറ്റില്ല? നമുക്ക് അറേഞ്ച് ചെയ്യാം. 90% ചെയ്യാൻ പറ്റും. ഇതിന് വാറന്റിയോ? നമുക്ക് 6 മാസം വാറന്റി ഉണ്ടാവും. 6 മാസം വാറന്റി, 3 ഫ്രീ സർവീസ് ഉണ്ടാവും അല്ലേ? ഇത് മാരുതിയുടെ ബലേനോ? ഏതാ മോഡൽ വരുന്നത്? ഇത് 2019 ബലേനോ സിഗ്മ ബേസ് വേരിയന്റ് ആണ്. ബേസ് വേരിയന്റ് ആണല്ലേ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ വണ്ടി. 72,000 കിലോമീറ്റർ. 72,000. പെട്രോൾ മാനുവൽ ആണ്. ഇതില് സിഗ്മ വേരിയന്റിൽ എന്താണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇതില് അഡീഷണൽ ആയിട്ട് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? ക്ലിയർ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 5,45. 5,45. ഓക്കെ. വാറന്റി ഉണ്ടോ? 6 മാസം വാറന്റി ഉണ്ട്. പിന്നെ 3 ഫ്രീ സർവീസ്. വീണ്ടും ഒരു ബലേനോ തന്നെയാണ് സ്റ്റോക്ക് ഉള്ളത്. ഇതിന്റെ മോഡൽ ഏതാ വരുന്നത്? ഇത് ബലേനോ ഡെൽറ്റ ആണ്. 2018 മോഡൽ. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ ഓടി? 50,000 കിലോമീറ്റർ. 50,000. പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ. ഇതിൽ ഡെൽറ്റ എന്തൊക്കെ ഫീച്ചേഴ്സ് വരും? ഡെൽറ്റയില് ഇൻബിൽഡ് സ്റ്റീരിയോ, സ്റ്റിയറിംഗ് കൺട്രോളിംഗ്, എയർ ബാഗ്, EBS, ABD എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വേരിയന്റ് ആണ് ഡെൽറ്റ അല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 5,90. 5,90. നമുക്ക് വാറന്റി? നമുക്ക് 6 മാസം വാറന്റി ഉണ്ട്. മാരുതി വാറന്റി. പിന്നെ 3 ഫ്രീ സർവീസ്. 3 ഫ്രീ സർവീസ് ഉണ്ട്. മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം. ലോൺ നമുക്ക് 90% ചെയ്യാം. ലോൺ ചെയ്യാൻ പറ്റും. ഇത് മാരുതിയുടെ സ്വിഫ്റ്റ് അല്ലേ? ഏതാ മോഡല്? 2019 VXI ഓട്ടോമാറ്റിക്. VXI ഓട്ടോമാറ്റിക് ആണല്ലേ? എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? സിംഗിൾ ഓണർ 22,000 കിലോമീറ്റർ. 22,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. ഹിസ്റ്ററി ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. VXI എന്താ ഫീച്ചേഴ്സ് വരും? VXI 2 എയർ ബാഗ്, ABS കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോളിംഗ് എല്ലാം വരുന്നതാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും VXI തന്നെ വരുന്നതല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസോ? ഇത് 6,55,000. 6,55,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. മാക്സിമം ലോൺ ചെയ്യാം. വാറന്റി കൊടുക്കുന്നുണ്ട്. ഇത് 6 മാസം വാറന്റി ഉണ്ട്. 3 സർവീസ്. 3 ഫ്രീ സർവീസ് ഉണ്ട്. അടുത്തത് നമുക്ക് നല്ലൊരു ക്വാളിറ്റിയുള്ള സ്വിഫ്റ്റ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇതേതാ മോഡൽ? ഏതാ? ഇത് സ്വിഫ്റ്റ് VXI ഓട്ടോമാറ്റിക് ആണ്. 2021 മോഡൽ. 2021 മോഡൽ. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ 30,000 കിലോമീറ്റർ. 30,000 കിലോമീറ്റർ. പെട്രോൾ ഓട്ടോമാറ്റിക്. VXI എന്തൊക്കെ ഫീച്ചേഴ്സ് വരും? VXI എയർ ബാഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോളിംഗ് ഓപ്ഷൻസ് എല്ലാം. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ അല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 6,90,000. 6,90,000 ചോദിക്കുന്ന പ്രൈസ്. വാറന്റിയോ?
നിങ്ങൾക്ക് 1 ഇയർ വാറന്റി ഉണ്ട്, പിന്നെ 3 ഫ്രീ സർവീസ് ഉണ്ട്. ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ തന്നെ എടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി പീസ് ആട്ടോ. സെഡാൻ സെഗ്മെന്റ് വാഹനങ്ങൾ അന്വേഷിച്ചെടുക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി പീസ് സ്വിഫ്റ്റ് ഡിസയർ അല്ലേ? ഇത് മോഡൽ എത്ര തന്നെ? 15 മോഡൽ ഡിസയർ VXi. 2015 മോഡൽ ഡിസയർ VXi അല്ലേ? ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർ വണ്ടി 75,000 കിലോമീറ്റർ. 75,000. പെട്രോൾ മാനുവൽ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനം തന്നെയാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനെയൊന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 4,25,000 രൂപയാണ് ചോദിക്കുന്നത്. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റൂല. അടുത്തായിട്ട് ടാറ്റ ഫാൻസിന് ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള ടാറ്റ അൾട്രോസ് അല്ലേ? ഇത് മോഡൽ എത്ര? 2020 മോഡൽ. 2020 മോഡൽ. ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണല്ലേ? അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും സിംഗിൾ ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ ഓടി? 47,000 കിലോമീറ്റർ. പെട്രോൾ മാനുവൽ. 47,000 കിലോമീറ്റർ. ഏതാ വേരിയന്റ് ഏതാന്ന് പറഞ്ഞാൽ? XZ പ്ലസ് ആണല്ലേ? ഓക്കെ. ഇൻഷുറൻസ് കാണാൻ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇത് 5,85,000. 5,85,000 ചോദിക്കുന്ന പ്രൈസ്. ലോൺ ചെയ്യാൻ പറ്റില്ല? മാക്സിമം ഇവർ തന്നെ ലോണും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരും. പിന്നെ അതിന് വാറന്റി ഉണ്ടോ? ഇത് 1 ഇയർ വാറന്റി ഉണ്ടാവും. 1 ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട്. അത് പിന്നെ വേറെ കംപ്ലൈന്റ് ആക്സിഡന്റ് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഇല്ലാത്തതിന്റെ പേരിലാണ് 1 ഇയർ വാറന്റി കൊടുക്കുന്നത്. ഇന്നത്തെ വീഡിയോക്ക് സ്പെഷ്യാലിറ്റി ഉണ്ട്. കാര്യം മറ്റൊന്നല്ല, ലോ ബഡ്ജറ്റിൽ നല്ലൊരു വാഹനം, അതും ഡീസൽ വാഹനം അല്ലേ? വാഹനപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങൾ ഒന്നാണ് ഈ പറയുന്ന ബീറ്റ്. നമുക്ക് ഇതിന്റെ മോഡൽ എത്ര തന്നെ? ഇത് 2011 മോഡൽ. 2011 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ 53,000 കിലോമീറ്റർ. ഡീസൽ 53,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ ബഡ്ജറ്റ് ആണ്, അത് ശ്രദ്ധിക്കുക. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? 2 പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 2 പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല സീറ്റ്, അതുപോലെ തന്നെ ടയർ, നീറ്റ് ആൻഡ് ക്ലീൻ പീസ്. വേറെ മേജർ ആക്സിഡന്റ് നല്ല വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. ഇപ്പൊ നിലവിൽ ഗുഡ് കണ്ടീഷൻ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 1,15,000. 1,15,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഒരു ലോ ബഡ്ജറ്റിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ വണ്ടി ഭ്രാന്തന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാഹനം കൂടിയാണ്. അടുത്തായിട്ട് ലോ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഗനർ, ചെറിയൊരു എമൗണ്ടിലും വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനം അല്ലേ? ഇതിന്റെ മോഡൽ എത്ര തന്നെ? ഇത് 2005 മോഡല് വാഗനർ LXi. പവർ സ്റ്റിയറിംഗും AC ഉള്ള മോഡലാണ്. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്ന ഒരു മോഡലാണല്ലേ? ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ. ഈ ഒരു വാഹനം എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ? ഇത് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 75,000 രൂപയാണ് ചോദിക്കുന്നത്. ഒരു ചെറിയ എമൗണ്ട് ആണ് ചോദിക്കുന്നത്. വണ്ടി ഓടിച്ചു പഠിക്കാൻ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പറ്റുന്ന ഒരു വാഹനമാണ്. ഇപ്പോൾ ഓടിച്ചു പഠിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെക്കുകയാണെങ്കിലും അത്യാവശ്യം രീതിയിൽ നമുക്ക് വില കിട്ടൂല. അടുത്തായിട്ട് സെലേറിയോ അല്ലേ? ഈ സെലേറിയോ ഏതാ മോഡൽ വരുന്നത്? ഇത് സെലേറിയോ 2020 ZXi ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് അല്ലേ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ 50,000 കിലോമീറ്റർ. 50,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ZXi എന്തൊക്കെ ഫീച്ചേഴ്സ് വരും? ZXi എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റീരിയോ ഉണ്ടാവും, എയർ ബാഗ് കാര്യങ്ങൾ വരും, പിന്നെ സ്റ്റിയറിംഗിൽ കൺട്രോൾ ഉണ്ടാവും, റിയർ വൈപ്പർ ഉണ്ടാവും. എല്ലാ ഫീച്ചേഴ്സ് ഉള്ള മോഡൽ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനം തന്നെയല്ലേ? ഇതിപ്പോ പ്രൈസ് എത്ര തന്നെ? വണ്ടി ഇന്ന് വന്നതേ ഉള്ളൂ, റേറ്റ് ആയിട്ടില്ല. റേറ്റ് ആയിട്ടില്ലല്ലേ? ഈ വാഹനം ഒന്ന് വന്നിട്ടുള്ളൂ. റേറ്റും കാര്യങ്ങളൊക്കെ നാളത്തേക്ക് ആവുള്ളൂ അല്ലേ? അപ്പൊ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അടുത്തായിട്ട് നല്ലൊരു സ്വിഫ്റ്റ് നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട് സ്റ്റോക്ക്. ഇത് എത്ര മോഡൽ വരുന്നത്? ഇത് 2018 മോഡൽ. 2018. ഏതാ വേരിയന്റ്? VXi വേരിയന്റ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി 28,000 കിലോമീറ്റർ. പെട്രോൾ മാനുവൽ. വെറും 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോ കിലോമീറ്റർ ഓടിയ സ്വിഫ്റ്റ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരും. നല്ല ക്വാളിറ്റിയിലെ സീറ്റും കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് അല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 6 lakh വരും. 6 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ഒരു 90% വരെയും ചെയ്യാം. ലോൺ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യം, ഈ വാഹനത്തിന് വാറന്റി ഉണ്ടോ? ഈ വണ്ടിക്ക് 6 മാസത്തെ വാറന്റി ഉണ്ട്, പിന്നെ 3 ഫ്രീ സർവീസും ഉണ്ട്. ഓൾ ഇന്ത്യ. അടുത്തായിട്ട് ഒരു വാഗനർ. ഇതിന്റെ മോഡൽ എത്ര തന്നെ? ഇത് 2016 മോഡൽ. 2016 മോഡൽ വാഗനർ അല്ലേ? ഏതാ വേരിയന്റ്? ഇത് VXi ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഓട്ടോമാറ്റിക്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ ഓടി? 48,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. ഇതിൽ എന്തൊക്കെയാ ഫീച്ചേഴ്സ് വരുന്നത്? ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. റിയർ വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ബാക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇത് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 4,30,000. 4,30,000 ചോദിക്കുന്ന പ്രൈസ്. ഇത് മാരുതി സുസുക്കിയുടെ സെലേറിയോ അല്ലേ? ഏതാ മോഡൽ? ഇത് സെലേറിയോ ZXi മാനുവൽ ആണ്. 2019 മോഡൽ. 2019. ഏതാ ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ ഓടി? 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ലോ കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ZXi ആണ് വേരിയന്റ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് എല്ലാം. 4 ഡോർ പവർ വിൻഡോ, ABS എയർബാഗ് കാര്യങ്ങളെല്ലാം മോഡലാണ്. പിന്നെ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ പീസ് ഉണ്ട്. ഈ വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 4,50,000. 4,50,000 ചോദിക്കുന്ന പ്രൈസ്. വാറന്റി ഉണ്ടോ? വാറന്റി ഉണ്ട്. നമുക്ക് 6 മാസം വാറന്റി ഉണ്ട്, പിന്നെ 3 ഫ്രീ സർവീസ് ഉണ്ടോ? ഇത് വാഗനർ സ്റ്റിംഗ്രേ അല്ലേ? ഏതാ മോഡൽ വരുന്നത്? ഇത് 2017 മോഡൽ സ്റ്റിംഗ്രേ VXi ഓട്ടോമാറ്റിക് ആണ്. VXi ഓട്ടോമാറ്റിക് ആണല്ലേ? ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ ഓടി? 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ അല്ലേ? പെട്രോൾ മാനുവൽ അല്ലേ? ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. VXiയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരും? ഇതിലിപ്പോ നമുക്ക് വരുന്നത് കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിയർ വൈപ്പർ, പിന്നെ അലോ വീൽ വരുന്നുണ്ട്, പ്രൊജക്ടർ ഹെഡ് ലൈറ്റ് വരുന്നുണ്ട്. അന്നത്തെ കാലത്ത് പ്രൊജക്ടർ ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു വേരിയന്റിൽ വരുന്നുണ്ടല്ലേ?
പിന്നെ സീറ്റ് കവേഴ്സ്, ക്യാമറ ഉണ്ടോ? ക്യാമറ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 4,75,000. 4,75,000 ചോദിക്കുന്ന പ്രൈസ്. വാറണ്ടി ഉണ്ടോ? നമുക്ക് 1 ഇയർ വാറണ്ടി ഉണ്ട്. 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, ആക്സിഡന്റ് ഉണ്ടോ, റീപ്ലേസ് ഉണ്ടോ, ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് 1 ഇയർ വാറണ്ടി കൊടുക്കുന്നത്. മാരുതിയുടെ എക്സ്പ്രസോ അല്ലേ? ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2022 മോഡൽ എക്സ്പ്രസോ VXI മാനുവൽ. മാനുവൽ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി 15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒരു 15,000 കിലോമീറ്റർ അവൈലബിൾ ആണ്. ഒരു പുതിയ വാഹനമൊക്കെ എടുക്കാൻ നിൽക്കുന്ന ആൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു യൂസ്ഡ് വെഹിക്കിൾ ആണ്. നല്ല രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ വിലയിലുണ്ടാവും. ഇതിൽ VXI എന്തൊക്കെ ഫീച്ചേഴ്സ്? ഇത് VXI ടോപ്പ് വേരിയന്റ് ആണ്. ഇതിൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, 2 പവർ വിൻഡോ, 2 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. എല്ലാം വരുന്നുണ്ട് അല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 4.5 ലക്ഷം. 4,50,000 ചോദിക്കുന്നത് അല്ലേ? ചെറിയതിൽ മാറ്റം കാര്യങ്ങളൊക്കെ വാറണ്ടി ഉണ്ടോ? 1 ഇയർ വാറണ്ടി ഉണ്ട്. പിന്നെ 3 ഫ്രീ സർവീസ്. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് ഡീലറിൽ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ. അടുത്തായിട്ട് വാഹനപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള മാരുതിയുടെ റിഡ്സ് ഒരെണ്ണം നിലവിൽ സ്റ്റോക്ക് ഉണ്ടല്ലേ? ഏത് മോഡൽ വരുന്നത്? 2010 മോഡല് റിഡ്സ് VXI പെട്രോൾ മാനുവൽ അല്ലേ? ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ 72,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 72,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ഹിസ്റ്ററി ഞങ്ങളൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. വേറെ മാച്ച് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്ര? ചോദിക്കുന്ന പ്രൈസ് 1,80,000. 1,80,000. ഒരു ലോ ബഡ്ജറ്റിൽ നല്ലൊരു റിഡ്സ് വാഹനം ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് എന്തായാലും അനുയോജ്യമായിട്ടുള്ള വാഹനമാണ് ഇത്. ഓട്ടോമാറ്റിക് വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് എന്തായാലും അനുയോജ്യമായിട്ടുള്ള നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് ഇത്. മാരുതിയുടെ ഓൾട്ടോ K10 VXI ഓട്ടോമാറ്റിക്. മോഡൽ എത്ര വരുന്നത്? 2018 മോഡൽ. 2018. ഓണർഷിപ്പ് സിംഗിൾ ഓണർ 58,000 കിലോമീറ്റർ. ഹിസ്റ്ററിങ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരിക? ഇതില് കമ്പനി സീറ്റ് വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, സെൻട്രൽ ലോൺ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ്. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 4,50,000. 4,50,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല. ലോൺ അവൈലബിൾ. വാറണ്ടിയോ? വാറണ്ടി 6 മാസം വാറണ്ടി ഉണ്ട്. പിന്നെ 3 ഫ്രീ സർവീസ് ഉണ്ട്. അടുത്തായിട്ട് സാധാരണക്കാരന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള ഓൾട്ടോ 800. അത്യാവശ്യം കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു വാഹനം അല്ലേ? ഇത് മോഡൽ എത്ര വരുന്നത്? ഇത് 2022 മോഡല് സെക്കൻഡ് ഓണർ. ഓൾട്ടോ 800 VXI. ഓൾട്ടോ 800 VXI വേരിയന്റ് ആണല്ലേ? എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 27,000 കിലോമീറ്റർ. 27,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററിങ് കാര്യങ്ങളൊക്കെ അവൈലബിൾ. ഇത് ഓൾട്ടോ 800. ആ ഓൾട്ടോ നിർത്തുമ്പോൾ ലാസ്റ്റ് വെർഷൻ. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? ഇതിലിപ്പോ അഡീഷണൽ ആയിട്ട് ആൻഡ്രോയിഡ് സിസ്റ്റം കസ്റ്റമർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 എയർ ബാഗ് വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പാർക്കിംഗ് സെൻസർ, ABS സർവേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ഇത് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 3,65,000. 3,65,000. ഇത് നമുക്ക് വാറണ്ടി കിട്ടും? നമുക്ക് 1 ഇയർ വാറണ്ടി ഉണ്ട്. പിന്നെ 3 ഫ്രീ സർവീസും ഉണ്ട്. 3 ഫ്രീ സർവീസും ഉണ്ട്. പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, കംപ്ലൈന്റോ മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട. എല്ലാ ചെക്ക് പോയിന്റും പാസ് ആയതിനു ശേഷമാണ് വാറണ്ടി സർവീസ് കൊടുക്കുന്നത്. ഓൾട്ടോ 800. ഇത് മോഡൽ എത്ര വരുന്നത്? ഇത് 2021 മോഡൽ. 21 മോഡല്. വേരിയന്റ്? ഇത് 800 VXI വേരിയന്റ്. ഓണർഷിപ്പ് എത്ര വരുന്നത്? സിംഗിൾ ഓണർ വണ്ടി 22,000 കിലോമീറ്റർ. 22,000. അത്യാവശ്യം പെട്രോളിൽ നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് വാഹനം കൂടിയാണ്. അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എയർ ബാഗ് കാര്യങ്ങളൊക്കെ, എയർ ബാഗ്, ABS കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ്. പിന്നെ സീറ്റ് കവേഴ്സും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം പുതിയ ടയേഴ്സ് ആണ്. ഇൻഷുറൻസ് എല്ലാം ക്ലിയർ അല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്ര? 3,85,000. 3,85,000 ചോദിക്കുന്നത്. 6 മാസം വാറന്റിയും പിന്നെ 3 ഫ്രീ സർവീസ് ഉണ്ട് ഓൾ ഇന്ത്യ. അടുത്തായിട്ട് ലോ ബഡ്ജറ്റിൽ നല്ലൊരു ഓൾട്ടോ ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് അല്ലേ? ഇത് ഏതാ മോഡൽ വരുന്നത്? 2012 മോഡൽ ഓൾട്ടോ LXI. AC പവർ സ്റ്റിയറിംഗ് വരുന്ന മോഡലാണല്ലേ? ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 50,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ഇത് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 1,75,000. 1,75,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. അപ്പോൾ താല്പര്യത്തിൽ കോൺടാക്ട് ചെയ്യാൻ. മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വീഡിയോ അവസാനിപ്പിക്കുന്നു.